ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഐസോമെട്രിക് ആണ് എടുത്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എന്താ പഠിക്കണെന്ന് വെച്ചാലേ, നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസുകൾ ഉണ്ട്. നമുക്കിപ്പോ റെഫറൻസ് എടുക്കേണ്ടി വരും. എക്സ്റ്റേണൽ ആയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ഡ്രോയിങ് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് കൊണ്ടുവരാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഒരു ഡ്രോയിങ്ങിൽ നിന്ന് ഡയറക്റ്റ് വേറൊരു ഡ്രോയിങ്ങിക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഡ്രോയിങ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ C അടിക്കില്ലേ. കോപ്പി പേസ്റ്റ് ചെയ്യാൻ അറിയില്ല. നമുക്ക് ഒരു ഡ്രോയിങ്ങിൽ പോയിട്ട് ഇപ്പൊ സപ്പോസ് ഇവിടെ ഡ്രോയിങ് ഇല്ല. ഓക്കെ. ഞാനിപ്പോ ഇവിടെ ഒരു സർക്കിള് സേവ് ചെയ്ത്, ഇവിടെ റെക്ടാംഗിൾ സേവ് ചെയ്തു. ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ റൈറ്റ് ബട്ടൺ അമർത്തിയിട്ട് കോപ്പി അല്ലെങ്കിൽ കൺട്രോൾ C അടിച്ചു കഴിഞ്ഞാല് നമുക്ക് കോപ്പി എന്നുള്ള ഓപ്ഷൻ ഓൺ ആവും. ഓക്കെ. കൺട്രോൾ C ഇട്ടാ, അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ അമർത്തിയിട്ട് കോപ്പി പറയാം. ഓക്കെ. അപ്പൊ ഞാൻ അവിടെ കൺട്രോൾ C അടിച്ചു. എന്നിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് പ്ലേസ് എന്ന് വെച്ചാൽ കൺട്രോൾ V അടിക്കുക. ഈ ഒരു കോപ്പി പേസ്റ്റ് വഴി വെച്ചിട്ട് നമുക്ക് വേറൊരു ഡ്രോയിങ്ങിൽ വരെ നമുക്ക് ഫയൽ കൊണ്ടുവരാം. ഓക്കെ. ഇതിനെക്കാട്ടിയും അഡ്വാൻസ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഡ്രോയിങ് ഫയൽ മാത്രമല്ലാണ്ട് നമുക്കിപ്പോ PDF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ റെഫറൻസ് വഴി കൊണ്ടുവരാം. ഇപ്പൊ ഒരു ടൂളാണ് എക്സ്റ്റേണൽ റെഫറൻസ് കേട്ടോ. അപ്പൊ ഈ എക്സ്റ്റേണൽ റെഫറൻസ് നമുക്കിപ്പോ ഞാൻ ആദ്യം തന്നെ ഡ്രോയിങ് കൊണ്ടുവരുന്നില്ല. ഫസ്റ്റ് നമുക്കൊരു PDF ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള PDF കൊണ്ടുവന്നിട്ട് അതിൽ എന്തൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. പിൻസെറ്റിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ PDF അണ്ടർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസെർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് PDF ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മ ഇവിടുന്ന് ഇൻസെർട്ടില് എന്താ ചെയ്യണമെന്ന് വെച്ചാല് 1 മിനിറ്റ്, ഇൻസെർട്ടില് PDF അണ്ടർലേ വഴിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഡ്രോയിങ്, ഇപ്പൊ സപ്പോസ് ഞാനിവിടെ ടെസ്റ്റ് എന്നിട്ടൊരു PDF ഇട്ടാ, അപ്പൊ കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ PDF തന്നെ ഫോർമാറ്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ? PDF കൊണ്ടുവന്നിട്ട് ഓപ്പൺ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മളിവിടെ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഈ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിവിടെ ജസ്റ്റ് ഓക്കെ പറഞ്ഞാൽ നമ്മളെ PDF ഇവിടെ വന്നു. അപ്പൊ ഇതിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതൊരു PDF ആയിരുന്നു. ഇതിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കണ്ട കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ തെളിച്ചം കൂട്ടാ കുറയ്ക്കുക. സ്ക്രീനിൽ കാണുന്നില്ലേ? ഇതാണ് നമുക്ക് കോൺട്രാക്ട്സ്. ഇവിടെ ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രാൻസ്പെറൻസി ആണ്, അത് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അപ്പൊ ഞാൻ കോൺട്രാക്ട്സ് ഫുള്ളിലും ഫെയ്ഡ് 0 ഇട്ടു. ഇനി ഇവിടെ ഡിസ്പ്ലേ മോണോക്രോം എന്ന് പറഞ്ഞാൽ നമുക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ മോണോക്രോം ആക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും നമ്മളെ സ്ക്രീനിൽ കിട്ടുക കേട്ടോ. ഇനി ഇവിടെ ക്ലിപ്പിംഗ് ബൗണ്ടറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് എത്ര ഏരിയയിലാണ് ക്ലിപ്പ് ചെയ്യേണ്ടതെന്നുള്ള റെക്ടാംഗുലർ ബോക്സ് വരുന്നുണ്ട്. ഇത് നമ്മളെ PDF ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളെ ഇഷ്ടത്തിന് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് ബൗണ്ടറി വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഇത്രയും കണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പിംഗ് ബൗണ്ടറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ റിമൂവ് ക്ലിപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ മാതിരി കൊണ്ടുവന്ന ക്ലിപ്പിംഗ് ബൗണ്ടറിയിൽ തന്നെ കാണാൻ പറ്റും. ഇനി ഷോ അണ്ടർലേ എന്ന് കണ്ട, ഷോ അണ്ടർലേ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്നതാണ് അണ്ടർലേ, PDF അണ്ടർലേ. അതിനെന്ത് ചെയ്യാം, എനിക്കിങ്ങനെ ഹൈഡ് ചെയ്യാം, അൺഹൈഡ് ചെയ്യാം, ഇത് ഓൺ ഓഫ് ആക്കിയിട്ട്. പിന്നെ അണേബിൾ സ്നാപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിന്റെ റെഫറൻസ് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് അത് ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്നാപ്പ് പോയിന്റുകൾ വിസിബിൾ ആവുള്ളൂ. കണ്ട, ഇപ്പൊ ഇവിടുത്തെ പോയിന്റുകളും സെൻട്രൽ പോയിന്റുകളും എല്ലാം വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ അണേബിൾ സ്നാപ്പ് ഓൺ ആക്കി വെക്കണം. ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ എടുത്തു കഴിഞ്ഞാലൊന്നും നമുക്ക് ആ പോയിന്റുകൾ വിസിബിൾ ആവില്ല. കണ്ട, നമ്മുടെ ഡ്രോയിങ്ങിൽ, എന്റെ ഡ്രോയിങ്ങിൽ നമുക്ക് ഒരു പോയിന്റ് വിസിബിൾ ആവില്ല. നമ്മ കൊണ്ടുവന്ന ക്ലിപ്പിംഗ് ബൗണ്ടറി മാത്രമേ വിസിബിൾ ആവുള്ളൂ. ഇതിന്റെ അകത്ത് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അണേബിൾ സ്നാപ്പ് ഓൺ ആക്കി വെക്കണം. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ നമുക്ക് റെഫറൻസ് ആയിട്ട് വരക്കാൻ പറ്റും. ഓക്കെ. ഇത് എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ട് PDF കൊണ്ടുവരാം, ഡ്രോയിങ് കൊണ്ടുവരാം, നമ്മളുടെ ഇമേജസ് കൊണ്ടുവരാം, എന്ത് ഫയൽ വേണമെങ്കിലും എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ട് കൊണ്ടുവരാം. അതിന് നമ്മ ഇപ്പൊ PDF അണ്ടർലേ തന്നെ എടുക്കണമെന്നില്ല. ജസ്റ്റ് XR എൻ്റർ അടിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പൊ കൊണ്ടുവന്നുണ്ട്. ഇതാണ് എക്സ്റ്റേണൽ റെഫറൻസ്. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് അറ്റാച്ച് ഡ്രോയിങ് ഉണ്ടാവും, അറ്റാച്ച് PDF ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ കിട്ടും. ഓക്കെ. നമ്മൾ ഇവിടെ സെപ്പറേറ്റ് അവർ കൊടുത്തിരിക്കുന്നു എന്നുള്ള ഇൻസെർട്ടിൽ കണ്ട ഇമേജ് അണ്ടർലേ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാൻ PDF അണ്ടർലേ ആയിട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോ സപ്പോസ് നമുക്ക് ഈ PDF കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ഇതിൽ കണ്ട നമുക്ക് ലെയറുകൾ ഉണ്ട്. നമുക്ക് കൊണ്ടുവന്നതിലൂടെ ലെയറുകൾ ഉണ്ട്. ആ ലെയറുകളൊന്നും നമുക്ക് ഇതിൽ കിട്ടില്ല PDF കാരണം. അപ്പൊ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ ഒരു 3 ലെയർ ഉണ്ട്.
അപ്പൊ ആ 3 ലെയർ നമുക്ക് എന്ത് ചെയ്യാം, സർക്കിളിന്റെ ലെയർ ഓഫ് ചെയ്യാം, എലിപ്സിന്റെ ലെയർ ഓഫ് ചെയ്യാം, റെക്ടാംഗിൾ ലെയർ ഒക്കെ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് നമ്മളെ സ്ക്രീനിലേക്ക് കൊണ്ടുവരണം, അല്ല നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡ്രോയിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടുന്ന് ഇമ്പോർട്ട് ആസ് ഒബ്ജക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടുന്ന് ഏതൊക്കെയാണ് ഒബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ട. ഒബ്ജക്ട് എന്ന് വെച്ചാൽ നമ്മളെ ഡ്രോയിങ്, PDF ഡ്രോയിങ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഇവിടെ ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി ഇങ്ങനെ. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് തന്നെ വരച്ചു കൊടുത്താൽ അതിലുള്ള എല്ലാം നമുക്ക് കിട്ടും ഡ്രോയിങ് ആയിട്ട്. അപ്പൊ 1 മിനിറ്റ്, ഇമ്പോർട്ടന്റ് ആസ് ഒബ്ജക്ട് എടുത്തു, നമ്മളിങ്ങനെ വരച്ചു കൊടുക്കും ഇവിടുന്ന്. ഇങ്ങനെ വരച്ചു കൊടുത്ത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാല് ഇത് നമ്മളെ ഡ്രോയിങ് ആയി. ഓക്കെ, എന്തായി? നമ്മളെ ഡ്രോയിങ് ആയി. നമുക്ക് ആ ലെയറുകളും എല്ലാം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലെയറുകളൊക്കെ ഇവിടെ വരുമ്പോ നമുക്ക് ഇവിടെ കണ്ട PDF എന്നൊക്കെ പേര് വരുന്നുണ്ട്. അതായത് അത് വേണമെങ്കിൽ നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് XREF നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിപ്പോ ക്ലിയർ ആയത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് XREF സെറ്റിംഗ്സിൽ നമ്മൾ ചെയ്യണം. അപ്പൊ XR എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. അത് ഞാൻ മുമ്പേ പറയേണ്ടതായിരുന്നു. നമുക്കിനി PDF അല്ലാണ്ട് ഒരു ഡ്രോയിങ് കൊണ്ടുവന്നിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇമേജ് കൊണ്ടുവരുമ്പോഴും ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. റാസ്റ്റർ ഇമേജ്, ഇൻസർട്ടിൽ റാസ്റ്റർ ഇമേജ്, അല്ലാന്നുണ്ടെങ്കിൽ XR അടിച്ചിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇമേജ് ആയിട്ട് ഇൻസർട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ സ്നാപ്പ് ഒക്കെ ഓൺ ആക്കി ഇടാൻ പറ്റും. നമുക്ക് ഇമേജിന്റെ മുകളിൽ കൂടെ ഒക്കെ വരക്കാൻ വേണ്ടിയിട്ട് സ്നാപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കാൻ പറ്റും. ഇപ്പൊ ഇമേജ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ഈ ഒരു PDF കൺവേർട്ട് ചെയ്യാം. PDF എങ്ങനെ ഓട്ടോകാഡ് ഡ്രോയിങ് ആക്കാം, അതിന്റെ ലെയർ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ നമുക്ക് അറ്റാച്ച് ഇമേജ് കൂടാതെ അറ്റാച്ച് TWG എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഡ്രോയിങ് കേട്ടോ. ഇമേജ് ഉണ്ട്, PDF ഉണ്ട്, നമുക്ക് ഏത് ഫയൽ ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ കൊണ്ടുവരാം കേട്ടോ. ഇനി അറ്റാച്ച് ഡ്രോയിങ് ഫയലാണ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഡോക്യുമെന്റില് ഒരു പ്ലാൻ കൊണ്ടുവരാണ്. അപ്പൊ ഈ ഒരു പ്ലാൻ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം കേട്ടോ, നമ്മളെ ഡ്രോയിങ് ആയിട്ട് കേട്ടോ. അപ്പൊ എന്താ ചെയ്യണം, ഫയൽ എടുക്കാം, എന്നാലും എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലാവുള്ളൂ. PDF മനസ്സിലായെന്ന് വിചാരിക്കുന്നു. PDF അണ്ടർലായിട്ട് കൊണ്ടുവരുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു ക്ലയന്റ് ചിലപ്പോ അവര് മുമ്പത്തെ സിവിൽ ഡ്രോയിങ് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഡ്രോയിങ് ആയാലും PDF ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ഇരുന്ന് മെനക്കെട്ട് വരക്കണ്ട. PDF നോക്കിയിട്ട് അല്ലാതെ PDF ഇമ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കൂടെ വരക്കാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഡ്രോയിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു ഫയലില് ഇത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് XREF ആയിട്ട് കൊണ്ടുവരുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അറ്റാച്ച്മെന്റും ഓവർലേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലെയർ 1 ഞാൻ പുതിയ ഇത് കൊണ്ടുവരുന്നില്ല, 3 ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലെയർ 1, ലെയർ 2, ലെയർ 3. ഓക്കെ, നമ്മൾ 3 ലെയർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ ഓരോന്നും നമ്മൾ ആ ലെയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ലെയറിന്റെ പേര് ഞാൻ ചേഞ്ച് ചെയ്തില്ല കേട്ടോ. ലെയർ 1 ലെയർ 2 തന്നെയാണ് എടുക്കുന്നത്. ഇനിയിപ്പോ റെക്ടാംഗിൾ വരച്ചു. അടുത്ത ലെയർ 3 നമ്മ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു, Ctrl+S പറഞ്ഞിട്ട് നമ്മൾ ഡെസ്ക് ടോപ്പില് ടെസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ന്യൂ ഡ്രോയിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ആവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ഡ്രോയിങ് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ആ ടെസ്റ്റിനാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ XR എൻ്റർ അടിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളെ കറന്റ് ഡ്രോയിങ് ആണ് ഇപ്പൊ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നത്. ഇത് ഡ്രോയിങ് 7 എന്ന് പറയുന്നതാണ് നമ്മളെ ഡ്രോയിങ്ങിന്റെ പേര്. നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. ഇനി എന്താ ഇവിടെ അറ്റാച്ച്മെന്റിൽ അറ്റാച്ച് ഡ്രോയിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ആ ടെസ്റ്റ് 2 ഓപ്പൺ പറയാണ്. ഈ ഓപ്പൺ പറയുമ്പോൾ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, റെഫറൻസ് ടൈപ്പ്, അറ്റാച്ച്മെന്റ്, ഓവർലേ. അറ്റാച്ച്മെന്റ് കൊടുത്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാലില്ല, വേറെ ഒരാള് നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ച ഫയല് XREF ആയിട്ട് അവരെ ഡ്രോയിങ് കൊണ്ടുപോവാണെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് ചെയ്ത ഫയൽ അവിടെ ഉണ്ടാവും, വരും. പക്ഷെ ഈ ഓവർലേ ആയിട്ട് സേവ് ചെയ്താൽ എന്താ പ്രശ്നം വെച്ചാല് വേറെ ഒരാൾക്ക് നമ്മളെ ഫയല് XREF ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മ കൊണ്ടുവന്ന ഈ ഫയലൊന്നും അതിൽ വിസിബിൾ ആവില്ല. ഇപ്പൊ ഒരു സിവിലാറിനെ സംബന്ധിച്ചിട്ട് അതിൽ ഫർണിച്ചേഴ്സ് ഉണ്ടാവും, പക്ഷെ ഒരു ഇലക്ട്രിക്കലാറിനെ സംബന്ധിച്ച് ഈ ഫർണിച്ചേഴ്സ് ഒന്നും വേണ്ടി വരില്ല.
ആൾക്ക് എന്തായാലും പ്ലാൻ മാത്രം മതിയായിരിക്കും ഫർണിച്ചേഴ്സ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ സിമിലാറിന് ഓവർലായിട്ടാണ് കൊണ്ടുവന്ന് വെക്കുക ഓരോ റൂമിലും. അപ്പൊ അത് ഗുണമെന്ന് വെച്ചാല് നമ്മൾ ഇലക്ട്രിക്കലാർ അത് എക്സ്റഫ് ആയിട്ട് അവരാ ബിൽഡിങ് കൊണ്ടുവരുന്ന സമയത്ത്, പ്ലാൻ കൊണ്ടുവരുന്ന സമയത്ത് ആ ഫർണിച്ചേഴ്സ് ഒന്നും അതിൽ ഉണ്ടാവില്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇവിടെ റെഫറൻസ് അറ്റാച്ച്മെന്റ് കൊടുത്ത് ഓക്കെ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി എഡിറ്റ് റെഫറൻസ് ഓപ്പറൻസ് ക്രിയേറ്റ് ക്ലിപ്പിംഗ് ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇനി. അത് നമ്മളെ PDF മാത്രം ഈ ഒരു സംഭവം നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ റെഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് എഡിറ്റ് വരുത്തി കഴിഞ്ഞാൽ ഇതിലും ചേഞ്ച് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന ഫയലിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കണ്ട ഇവിടെ നമുക്ക് അൺലോഡ് റീലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ കോപ്പി പേസ്റ്റ് ചെയ്ത നമ്മളോട് ഇന്റർവ്യൂവിന് ചോദിക്കും എക്സ്റഫിന് എന്തിനാ ഉപയോഗിക്കണം. അപ്പൊ നമ്മ പറയും എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ടുള്ള ഫയലുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ അവരെടുത്ത വഴിക്ക് ചോദിക്കുക നമ്മളോട് എന്തുകൊണ്ട് അപ്പൊ കോപ്പി പേസ്റ്റ് യൂസ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ഫയലുകൾ കൊണ്ടുവന്നൂടെ, എന്താണ് എക്സ്റഫിന്റെ പ്രത്യേകത എന്ന്. ഇപ്പൊ എക്സ്റഫിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോ ഇതിനെ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ അൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അൺലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ക്രീനിൽ പോവും. മനസ്സിലായില്ലേ? നമുക്കിനി ഇതിപ്പോ റെഫറൻസിന് വേണ്ടി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ആക്കി കഴിഞ്ഞാൽ റീലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ ഡിറ്റാച്ച് എന്ന് പറഞ്ഞാൽ എന്റെ സ്ക്രീനിൽ നിന്ന് പോവും നമ്മള്. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ ബൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? ഈ ബൈൻഡിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ലെയർ നോക്കുമ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടെസ്റ്റ് 2 ലെയർ 1 ടെസ്റ്റ് 2 ആ ഒരു ഡ്രോയിങ്ങിന്റെ പേര് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. മനസ്സിലായ? നമുക്കിപ്പോ എഡിറ്റും കാര്യങ്ങളൊന്നും ഈ ലെയർ നമുക്ക് ഇട്ടിട്ട് വരക്കാനൊന്നും പറ്റില്ല. ഈ ലെയറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് 2ന്റെ മുകളിൽ വന്നിട്ട് ഇവിടെ ബൈൻഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടാ. ഓക്കെ, ഈ ബൈൻഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബൈൻഡ് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ആ ലെയറൊക്കെ ഡ്രോയിങ്ങിന്റെ ലെയറും എല്ലാം നമ്മളെ കയ്യിലേക്ക് വരും. പക്ഷെ ആ ലെയറിൽ ബൈൻഡ് ആണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡ്രോയിങ്ങിന്റെ ലെയറാണ് കൊണ്ടുവന്ന ആ ഡ്രോയിങ്ങിന്റെ പേര് അവിടെ ഉണ്ടാവും, ടെസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇൻസർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രോയിങ്ങിന്റെ പേരില്ലാണ്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ആ പേര് ഇവിടെ വരും, ലെയർ 1 ലെയർ 2 ലെയർ 3 എന്ന്. ഇപ്പൊ ബൈൻഡ് ആണ് കൊടുക്കുന്നത് വെച്ചാൽ ഫ്രണ്ടിൽ ഇപ്പൊ നമ്മൾ എന്ത് ഡ്രോയിങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഡ്രോയിങ്ങിന്റെ പേര് ഇവിടെ വരും. കണ്ട, ഇപ്പൊ ഇത് നമ്മളെ ഡ്രോയിങ് ആയി. നമ്മൾ ഇവിടെ എക്സ്റഫ് ആ ഫയലായിട്ട് പോയി നമ്മളെ ഡ്രോയിങ് ആയി. ഇത് എഡിറ്റ് ചെയ്യണം, എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എക്സ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചേഞ്ച് വരുത്താൻ പറ്റും. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ എക്സ്റഫ് ഇമ്പോർട്ടന്റ് ഒരു ടൂളാണ്. PDF ഇമേജ് അതെല്ലാം ഇൻസേർട്ട് ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ അതിൽ നമുക്ക് അറ്റാച്ച്മെന്റ് ഓവർലേ രണ്ട് ഓപ്ഷൻ കണ്ടില്ലേ. ഇതിപ്പോ ഞാൻ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ഈ ഒരു ഡ്രോയിങ് എടുത്ത് ഞാന് എൻ്റർ അടിച്ച് അല്ല നമ്മളെ XR കേട്ടോ. എന്ന് പറഞ്ഞ ബ്ലോക്കിന്റെ ഇതിലേക്ക് പോയി XR എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, റെഫറൻസ് കൊണ്ടുവരാണ്. ഈ ടെസ്റ്റ് 2 ഓപ്പൺ പറഞ്ഞു. ഇത് അറ്റാച്ച്മെന്റ് ആയിട്ട് ഞാൻ കൊണ്ടുവരണം കേട്ടോ. ഇതെന്താ അറ്റാച്ച്മെന്റ് ആയിട്ട് കൊണ്ടുവന്ന് ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇത് ഓൾറെഡി കൊണ്ടുവന്ന കാരണം നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ഡിലീറ്റ് ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ ഞാന് XR എൻ്റർ അടിച്ചു. നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഫയല് ഓക്കെ ഈ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ പറഞ്ഞിട്ട് ഞാൻ അവിടെ അറ്റാച്ച്മെന്റ് കൊടുത്തുകൂടെ ഓക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. മനസ്സിലായില്ലേ? ഈ ഒരു ഫയൽ കേട്ടാ. ഇനി നമ്മൾ വീണ്ടും ഒരു ഡ്രോയിങ് കൂടി കൊണ്ടുവന്നു ഡെസ്ക്ടോപ്പിൽ. ടെസ്റ്റ് 2 എന്ന് പറഞ്ഞത് ഓപ്പൺ പറഞ്ഞു. ഇത് ഓവർലായിട്ടാണ് കൊണ്ടുവന്നത്. ക്ലിയർ ആയില്ലേ? ഓവർലായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ പ്ലേസ് ചെയ്തു. ഇതിപ്പോ ഫർണിച്ചർ എന്താണെന്ന് വിചാരിച്ച് ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ നമുക്ക് രണ്ട് ഡ്രോയിങ് ഉണ്ട്. ഇതിനെ നമുക്ക് രണ്ട് ലെയർ മെർജ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഇതിനെ ബൈൻഡ് കൊടുത്തിട്ട് രണ്ട് ലെയർ ഇവിടെ കൊടുക്കുക, അല്ലാതെ ഇവിടെ കൊടുക്കുക. ഓക്കെ, ടെസ്റ്റ് 2 എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതെല്ലാവരും ഒറ്റ ലെയറായി കിട്ടണമെങ്കിൽ ബൈൻഡ് ചെയ്യാം കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഇത് ഞാൻ സേവ് ചെയ്യാണ്. സേവ് ആസ് പറഞ്ഞിട്ട് നമ്മളെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാന് ആ ബിൽഡിംഗ് അറ്റാച്ച്മെന്റ് ആണ് പറഞ്ഞത്. നമ്മൾ ഇൻസർട്ട് ചെയ്ത രണ്ടാമത്തെ ഡ്രോയിങ് ഓവർലേ ആയിട്ട് ഇതിന്റെ മുകളിൽ ഓവർലേ അല്ല ഓവർലേ ആയിട്ട് നമുക്ക് അതിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മ ഇതിൽ വന്നതിന് ശേഷം നമ്മ കൊണ്ടുവരുന്ന ഫയൽ ഇപ്പൊ ഞാൻ ഡ്രോയിങ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട്
നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ആ ABC എന്ന് പറഞ്ഞ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ അറ്റാച്ച്മെന്റ് ഓവർലേ എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് ഓക്കെ പറഞ്ഞ സമയത്ത് നമ്മ ഓവർലേ ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു ഫയൽ ഇവിടെ കാണുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ ഓൾറെഡി ആ ഡ്രോയിങ് നമ്മ ജസ്റ്റ് ഓപ്പൺ നമ്മ സേവ് ചെയ്ത് വെച്ച ആ ഡ്രോയിങ് ഇവിടെ ഓപ്പൺ ആക്കാന്നുണ്ടെങ്കിൽ ABC എന്ന് പറഞ്ഞിട്ട് ഡ്രോയിങ് ഇവിടെ ഓപ്പൺ ആക്കാന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മ കൊണ്ടുവന്ന ഫയൽ അവിടെ ഉണ്ട്. അവിടെ ABC 1 മിനിറ്റ് ഇടാ. ഡെസ്ക്ടോപ്പിൽ തന്നെ അല്ലേ നമ്മൾ സേവ് ചെയ്ത ലേറ്റ് ABC സൗണ്ട് ഡ്രോയിങ് ഫയലിന്റെ പാത്ത്. ഓക്കെ, അത് നമ്മ ഓപ്പൺ ആയി വെച്ച കാരണമാണെന്ന് തോന്നുന്നുണ്ട് കാണാത്തത്. ഓക്കെ, നമ്മ ABC എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കണ്ട നമ്മ കൊണ്ടുവന്ന ഫയലിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ആ ഓവർലായിട്ട് വന്നത് നമുക്ക് ഇവിടെ കാണുന്നില്ല. ക്ലിയർ ആയില്ലേ? ഓവർലായിട്ട് ചെയ്തു വെച്ച ഫയൽ കണ്ടില്ല, അറ്റാച്ച്മെന്റ് ആയിട്ടുള്ളതാണ് അടുത്ത എക്സ്റഫിക്ക് വരുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ എക്സ്റഫ് ഇമേജും കാര്യങ്ങളും ഇൻസേർട്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിക്കോടാ. ഓക്കെ, ഇത് നമ്മളെ ABC എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ നമ്മ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്തത്. മാറിയെന്നറിയില്ല. അതൊന്നും ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ആ ഒരു ഡ്രോയിങ്ങിന്റെ ഇതാ. ആ ഓവർലേ അതിലുണ്ടായിരിക്കും. നമ്മ കൊണ്ടുവന്നതിൽ എന്തായാലും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇവിടെ എടുക്കുന്നുണ്ട് കണ്ട. നമ്മ സേവ് ചെയ്തത് ആ ഫ്രണ്ടിൽ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഓപ്പൺ ഡോക്യുമെന്റിലാണോ സേവ് ചെയ്തത് കണ്ട. നമ്മ ഈ ഓവർലേ ചെയ്ത ആ ഒരു ഫയൽ അവിടെ ഇല്ല. ഓക്കെ, അതാണ് നമ്മളെ എക്സ്റ്റേണൽ റെഫറൻസ് വഴി കൊണ്ടുവന്നുള്ള ഗുണം ട്ടാ. അപ്പൊ പറയാൻ പറ്റില്ല, നമ്മൾ സാധാ കോപ്പിയും പേസ്റ്റും ചെയ്താലും എക്സ്റ്റേണൽ റെഫറൻസ് ചെയ്താലുള്ള വ്യത്യാസം റീലോഡ് അൺലോഡാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. നമുക്ക് ആവശ്യമുള്ള റെഫറൻസിന് റീലോഡ് ചെയ്യാം, ആവശ്യമില്ലാത്തപ്പോൾ അൺലോഡ് ചെയ്യാം. നോർമൽ കോപ്പി പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. നമ്മൾ ഡിലീറ്റ് ആണ് ചെയ്ത് കളയണം, പിന്നെ വീണ്ടും പോയിട്ട് ഇതിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ആ PDF കൺവെർഷനും ആ ഡ്രോയിങ്ങും പിന്നെ ഇമേജ് നിങ്ങൾക്ക് അറിയാലോ, ഇമേജ് ജസ്റ്റ് കൊണ്ടുവരാം. ക്ലിപ്പിംഗ് ബൗണ്ടറി ഒക്കെ നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള പോലെ വരച്ചു കൊടുക്കാൻ പറ്റും ഇമേജ് കൊണ്ടുവന്നിട്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എക്സ്റഫ്. ഇനി നമുക്ക് അടുത്തൊരു ടൂളാണ് എക്സ്റ്റേണൽ റെഫറൻസ് കഴിഞ്ഞാൽ അടുത്തൊരു ടൂളാണ് ഹൈപ്പർ ലിങ്ക്. അപ്പൊ ഹൈപ്പർ ലിങ്കും ഉണ്ട്, OLE ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. OLE ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ പുറത്തുനിന്ന് ഇപ്പൊ വേറെ ഫയലുകൾ ഡ്രോയിങ് PDF അല്ലാണ്ട് നമുക്ക് എന്ത് വേണ്ടി വരും? ഇപ്പൊ ഒരു ടേബിള് എക്സൽ ഷീറ്റിൽ വരച്ചിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ OLE ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ OLE ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? നമുക്കിപ്പോ ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സൽ ഫയല്, നമ്മളെ വേർഡ് അങ്ങനത്തെ ഫയലുകളൊക്കെ നമുക്ക് ഓട്ടോകാഡിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ആ ഒരു സോഴ്സ് ഫയൽ ഉണ്ടാകുന്ന മാറ്റം വരെ നമുക്ക് ഓട്ടോകാഡില് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളെ OLE ഒബ്ജക്റ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ OLE ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് നമുക്കിവിടെ OLEയുടെ ഫുൾ ഫോം തന്നെ പറയുന്നത് ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബഡിങ് എന്നാണ്. അതായത് ഒബ്ജക്റ്റിനെ ലിങ്ക് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് എംബഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അർത്ഥം വരുന്നത് കേട്ടോ. ഇൻസെർട്ടിൽ ഇവിടെ OLE ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇൻസെർട്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻസെർട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇൻസെർട്ട് കേട്ടോ. 1 മിനിറ്റ്. ഇവിടെ ഇൻസെർട്ട് അതിന്റെ ഷോർട്ട് കട്ട് ഇൻസെർട്ട് ഒബ്ജക്റ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു സംഭവമാണ് നമുക്ക് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മ ഇൻസെർട്ട് അടിച്ച് ചിലപ്പോൾ ബ്ലോക്കിന്റെ ടേബിള് ഇൻസെർട്ട് ടേബിള് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതില് കണ്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതില് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതാണ് ക്രിയേറ്റ് ന്യൂ. ഇതിലിപ്പോ ഞാനിപ്പോ എടുത്ത് ഓട്ടോകാഡ് ഡ്രോയിങ്ങോ ഫോട്ടോഷോപ്പോ ഡോക്യുമെന്റ് എക്സൽ ഏതെങ്കിലും ഒരു ഇതെടുത്ത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ എക്സൽ ഫയല് നമുക്ക് ഇതിൽ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും, നമുക്ക് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സൽ നമ്മളെ ഇഷ്ടത്തിന് ഈ ഒരു ടേബിളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ എക്സൽ അറിയണം, എക്സലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം കേട്ടോ. നമുക്ക് എക്സൽ ക്രിയേഷൻ ചെയ്യാനും എക്സലിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വരും.
അപ്പൊ ഏത് എടുത്തു കഴിഞ്ഞാലും അതിൽ നമുക്ക് എന്തായിരിക്കും ഈ ഒരു ഇത് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുള്ള ഫയലാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ എക്സൽ അറിയുന്നവർക്ക് നല്ലൊരു ഓഫറാണ്. നമുക്ക് ആ OLE വന്ന് ഡയറക്റ്റ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിന്റെ സൈസ്, കോൺഡ്യൂട്ടിന്റെ സൈസ്, മീറ്റർ, നമ്പർ ഓഫ് ഇത് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ടെക്നിക്കൽ ആയിരിക്കും നമ്മളുടെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡൈസേഷൻ ആണ് അത് വരുന്നത് ഈ ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇൻസെർട്ട് പറഞ്ഞിട്ട് ഇൻസെർട്ട് ഒബ്ജക്റ്റ് കേട്ടോ, കറക്റ്റ് സെലക്ട് ചെയ്യുക. ഇൻസെർട്ട് ഒബ്ജക്റ്റ് പറഞ്ഞിട്ട് ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ബ്രൗസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് ഇപ്പൊ ഞാന് ഡോക്യുമെന്റിലെ ഡെസ്ക്ടോപ്പിലാണ് നമുക്ക് ഇവിടെ 1 മിനിറ്റ് ഞാൻ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഫയൽ കൊണ്ടുവരുന്നുണ്ട്. ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇവിടെ ഒരു എക്സൽ ഫയൽ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇൻസെർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സോഴ്സ് ഫയലില് ഉണ്ടാവുന്ന എഡിറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് കൊണ്ടുവന്ന ഫയലിൽ എന്ത് മാറ്റാണ് ഉണ്ടായത് അത് നമ്മളുടെ CAD ഇൻസെർട്ട് ചെയ്തതിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് എന്നുള്ളതില്ലേ, ഇത് ടിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ മസ്റ്റ് ആയിട്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാത്ത പക്ഷെ നമുക്ക് ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല. അപ്പൊ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ പറഞ്ഞിട്ട് നമ്മ അതിനെ ഇൻസെർട്ട് ചെയ്തു. കണ്ടോ, ഇവിടെ നമുക്ക് ആ ഒരു ഫയൽ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് ആ സോഴ്സ് ഫയലിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ OLE ലിങ്ക് അടിച്ചാൽ മതി. OLE അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ OLE ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇൻസെർട്ടിൽ ആ ഓപ്ഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ആ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനോട് ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ബ്രേക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല കേട്ടോ. ഈ ചേഞ്ച് സോഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സ്. ചേഞ്ച് സോഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഫയൽ ഇതിന് പകരം റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് സോഴ്സ് കൊടുക്കുക. ഇനി ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്പൺ സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അതിൽ ഞാൻ ഈ ഒരു ടേബിളിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ചെയ്തു. ക്ലോസ് പറയുമ്പോൾ നമ്മളിവിടെ സേവ് ചേഞ്ചസ് പറഞ്ഞു, സേവ് കൊടുത്തു. അപ്പൊ ഈ സേവ് കൊടുത്തു കഴിഞ്ഞാല് ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ലോസ് ആയി കിട്ടും. കണ്ടോ, നമുക്ക് ആ ഒരു ചേഞ്ച് ഇവിടെ വന്നു. ഇനിയിപ്പോ വന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ OLE ലിങ്ക്സ് എടുത്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് നൗ കൊടുത്താൽ മതി. ഓക്കെ, അപ്ഡേറ്റ് നൗ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ചേഞ്ച് ഇവിടെ വരും. ഓക്കെ, OLE ഒബ്ജക്റ്റ് ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കും. സിമ്പിൾ ആണ്, ജസ്റ്റ് ഇൻസെർട്ട് ചെയ്യാട്ടോ. ഒബ്ജക്റ്റ് ലിങ്ക്ഡ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ഒരു ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്, ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാലേ എന്താ, ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഒരു ഇമേജ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കാറിന്റെ അല്ലാതെ എന്തെങ്കിലും ഒരു ഇമേജാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് നമ്മളിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് ക്ലയന്റിന് നമുക്ക് പറഞ്ഞു കൊടുക്കണേക്കാട്ടി നല്ലത് ഒരു ഇമേജ് ഇതിനെ റെഫർ ചെയ്തിട്ട് ഇതിന്റെ ഒപ്പം എംബഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എന്ന് പറയണത് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഹൈപ്പർ ലിങ്കിൽ എന്താ മെയിൻ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ, ഹൈപ്പർ ലിങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മളൊരു ഇമേജ് റെഫറൻസ് ഇപ്പോ ഇതിനെ കാണുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ അതിന്റെ ഒരു ഇമേജ് റെഫറൻസ് അല്ലെങ്കിൽ 2D വ്യൂ 3D വ്യൂ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഒരു കാറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഇതിനെ ക്ലിക്ക് ചെയ്യുന്ന ആള് നമുക്ക് ആ ഹൈപ്പർ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു ഇമേജിന്റെ റിയൽ ഇമേജാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 3D ഡിസൈൻ ചെയ്ത എന്ത് ഫയൽ വേണമെങ്കിലും അതിനോട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിസിബിൾ ആയിട്ട് വരും. അപ്പൊ ഞാൻ ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+K ഇൻസെർട്ടിലൂടെ എടുക്കുന്നുണ്ട് ഹൈപ്പർ ലിങ്ക്. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മളെ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ ഒരു ബോക്സ് തുറന്നു വരും. ഓക്കെ, അപ്പൊ അതില് ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്രൗസ് ഫോർ ഫയലിൽ ഇപ്പൊ ഞാനൊരു ഡോക്യുമെന്റ് ആണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ആണ് നമ്മൾ നേരത്തെ കൊടുത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു PDF ടെസ്റ്റാ എന്ത് വേണമെങ്കിലും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ പറയാം. ഇനിയിപ്പോ നമുക്ക് ഇത് മെയിൻ ആയിട്ട് കണ്ടോ ഒരു സിമ്പിൾ വരുന്നുണ്ട്. ഇത് ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിമ്പിൾ വരുന്നത് കാണാൻ പറ്റും. ഹൈപ്പർ ലിങ്കിന്റെ ഒരു സിമ്പിൾ വരുന്നത് കാണാൻ പറ്റും നമ്മൾ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ. കണ്ടോ,
ഇനിയിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ സെലക്ട് ചെയ്ത് നമുക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ആ PDF പോകും. അപ്പൊ നമുക്ക് എന്തായിരിക്കും ആ PDF എല്ലാ ഡീറ്റെയിൽസും നോക്കിയിട്ട് ഇതിനെ റെഫർ ചെയ്യാം, ക്ലോസ് ചെയ്ത് കളയാം. ഇതാണ് ഹൈപ്പർ ലിങ്ക്. ജസ്റ്റ് നോർമലി സെലക്ട് ചെയ്യുമ്പോൾ വരില്ല, കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പൊ നേരെ നമ്മൾ എന്താണോ ഹൈപ്പർ ലിങ്ക് ചെയ്തിട്ടുള്ളത് അത് അതിലേക്ക് പോകും. ഇത് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം, ക്ലയന്റിന് അയച്ചു കൊടുക്കാം, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തേത് എടുത്തത് എക്സ്റ്റേണൽ റെഫറൻസ് PDF ഇൻസേർട്ട് ചെയ്യണത്, ഡ്രോയിങ് ഇൻസേർട്ട് ചെയ്യണത്. രണ്ടാമത്തേന്ന് പറയണത് നമ്മളുടെ OLE ഒബ്ജക്റ്റ്. മൂന്നാമത്തേത് പറഞ്ഞത് ഹൈപ്പർ ലിങ്ക്. അപ്പൊ ഇത് എന്തായാലും ക്ലിയർ ആയിട്ട് നോക്കാം. ശരി.